സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമാക്കിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. മിസൈൽ ജനവാസമില്ലാത്ത മേഖലയിൽ പതിച്ചു. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ ചേർന്നു. ജലീൽ, നേരത്തെ മസൂദ് പെസിഷ്കിയാൻ GCC രാജ്യങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞു മണിക്കൂറുകൾ ആവുന്നില്ല, അതിനിടയിലാണ് വീണ്ടും ഒരു ആക്രമണം. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹൈൽ, സൗദിക്ക് നേരെ ഏറ്റവും കൂടുതൽ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസമാണ് ഇന്ന്. ഏറ്റവും പുതുതായി റിപ്പോർട്ട് ചെയ്തിരുന്നത് പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ, അതായത് സൗദിയിലെ മധ്യ മേഖലയിൽ അൽഖർജിലുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. വീണ്ടും അമേരിക്കയുടെ സൈനിക താവളം ഉള്ളത് ഇവിടെയാണ്. ഒരു മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം ഉണ്ടായത്. ഇത് ജനവാസമില്ലാത്ത മേഖലയിൽ പതിച്ചു എന്നാണ് സൗദി പ്രതിരോധ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് ഇത് 4ാമത്തെ തവണയാണ് ഈ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഇതുവരെ ആക്രമണം തുടങ്ങിയ ശേഷം 12 തവണ ഈ എയർബേസിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സുഹൈൽ പറഞ്ഞ പോലെ ഇറാൻ പ്രസിഡന്റ് അയൽ രാജ്യങ്ങളോട് മാപ്പ് ചോദിക്കുകയും ആക്രമണം ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും എയർബേസിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇറാൻ ജുഡീഷ്യറി തലവൻ ഗുലാം ഹുസൈൻ സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമാക്കിയാണ് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായത്. അത് നിരത്ത് പതിച്ചു, ജനവാസമില്ലാത്ത മേഖലയിൽ പതിച്ചു എന്നാണ് ജലീൽ കണ്ണമംഗലം റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.